എനിക്കിത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് 18-ാം പടി സിനിമയാണ്, മമ്മൂട്ടിയുടെ സിനിമയാണ്. അതിൽ 10th 12th കഴിഞ്ഞ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾ എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിന് വേണ്ടി, ഇപ്പോൾ സയൻസിലൊക്കെ നമ്മൾ ഓരോ എക്സ്പെരിമെൻ്റലായിട്ട് റിസൾട്ട്സ് ഒക്കെ കാണാപ്പാടം പഠിച്ചിട്ടാണ് നമ്മൾ എക്സാമിന് പോകാറുള്ളത്. പക്ഷെ അവരത് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാണ്. പറമ്പിൽ ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവരായിട്ട് കണ്ട് ചെയ്യുമ്പോൾ നമുക്കത് ഓർമ്മയിൽ നിൽക്കുമല്ലോ. എനിക്ക് അതുപോലെ തോന്നുന്നു. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതില് ബിഗ് ഫോറിൽ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്, MNCയിൽ വർക്ക് ചെയ്ത ആളുകളുണ്ട്, ഇതില് CBI വിരമിച്ച ആളുകളുണ്ട്, പോലീസുകാരുണ്ട്, സർക്കാർ ജീവനക്കാരുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള 700 പേരുടെ ഒരു കൂട്ടായ്മയാണത്. 700ഓളം ആളുകളുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പൊ അവരുടെ ഇടയിലൂടെയുള്ള സഞ്ചാരം ഒരു മനുഷ്യന്റെ മാറ്റം എന്തായാലും എന്ത് ചെയ്യും, സൃഷ്ടിക്കും. സ്വാഭാവികമാണ്. നമ്മൾ പറയില്ലേ, നമ്മളുടെ ഇടയിൽ 3 പേരുടെ ഇടയിൽ ഒരു ഓട്ടക്കാരനുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടക്കാരനാവും. നിങ്ങളുടെ ഇടയിൽ 4 പേരിൽ 3 ആളൊരു ഫുഡി ആണെങ്കിൽ നിങ്ങൾ ഫുഡി ആവും. നമ്മുടെ കൂടെയുള്ള 4 പേരുടെ ആവറേജ് ആയിരിക്കും നമ്മൾ എന്ന് പറയുന്ന പോലെ ഇതില് വ്യത്യസ്തമായ ആൾക്കാരുടെ കൂടെ നമ്മളുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തകളും എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഇത് വേറെ സിമ്പിൾ കോമൺ സെൻസ് ആണ്.